ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യക്കുള്ള ജ്യൂസുമായിട്ട് രാജുവേട്ടൻ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സൂര്യക്ക് കൊടുത്ത ശേഷം രാജുവേട്ടൻ പറയണേ, സൂര്യ സാറിന് അപകടം പറ്റി ആശുപത്രിയിലായപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു. എന്താ രാജുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഇനി രാജു ആ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ സൂര്യ എന്താണ് രാജുവേട്ടൻ പറയുന്നത് എന്ന് ആകാംക്ഷയോട് കൂടിയാണ് കേൾക്കുന്നത്. എന്നിട്ട് രാജു പറയണേ, ആശുപത്രിയിൽ വെച്ച് ഇന്ദ്രജ മേഡത്തിൻ്റെ കരണം നോക്കി നന്ദിനി മേഡം ഒന്ന് പൊട്ടിച്ചു. അതോടുകൂടി സൂര്യ തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് എന്താ രാജുവേട്ടൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞു. നന്ദിനി മോള് ഇന്ദ്രജ മേഡത്തിൻ്റെ കരണം നോക്കി ആശുപത്രിയിൽ വെച്ച് ഒന്ന് പൊട്ടിച്ചു, അതും പത്മ മേഡത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. അത് കേട്ടപ്പോൾ സൂര്യ അങ്ങ് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് സന്തോഷം കൊണ്ട് ചോദിക്കുകയാണ്, എന്താ രാജുവേട്ടൻ പറഞ്ഞത്? എന്താ ഉണ്ടായത്? എനിക്ക് വിശദമായിട്ട് അറിയണം, ഒന്ന് വിശദമായി പറഞ്ഞു താ രാജുവേട്ട. അത് പിന്നെ സൂര്യ സാർ, അന്ന് നമ്മുടെ വിഷുവിൻ്റെ അന്ന് ഇവിടെ എല്ലാവരും കൂടി പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെ ചെയ്തില്ലേ? അന്ന് ഇന്ദ്രജ മേഡമാണ് സൂര്യ സാറിന് അപകടം വരുത്താൻ കാരണമുണ്ടായത്. ഇന്ദ്രജ മേഡമാണ് സൂര്യ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത്. നന്ദിനി മോളുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. സൂര്യ സാറിനും നന്ദിനി മോളുടെ അച്ഛനും കൂടിയല്ലേ അന്ന് പടക്കം പൊട്ടിക്കാനൊക്കെ നിന്നത്. അപ്പോൾ ആ പടക്കത്തിലേക്ക് തീ എറിഞ്ഞു കൊടുത്തത് ഇന്ദ്രജ മേഡമാണ്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് സൂര്യ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ രാജുവേട്ടൻ പറഞ്ഞത്? അതെ, അത് നന്ദിനി മോള് കണ്ടു. ഇന്ദ്രജ മേഡം ആ സമയത്ത് തീ കൊളുത്തി വിട്ടത് നന്ദിനി മോള് കണ്ടു. അത് ചെയ്തതും പോരാഞ്ഞിട്ട് ഇന്ദ്രജ മേഡം നന്ദിനി മോളുടെയും അച്ഛൻ്റെയും പേരിലാണ് ആ കുറ്റമിടുന്നത്. അവരാണ് സൂര്യ സാറിന് ഇങ്ങനെ അപകടം വരാൻ കാരണമെന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ വല്ലാതെ കുറ്റപ്പെടുത്തി. അതും പോരാഞ്ഞിട്ട് നന്ദിനി മോളുടെ അച്ഛനാണ് ഇതിനൊക്കെ കാരണം, സൂര്യയെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നന്ദിനി മോള് അത് കേട്ടോണ്ട് നിന്നില്ല. അപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഇന്ദ്രജയുടെ കരണം നോക്കി പൊട്ടിക്കുകയും എന്നിട്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയും ചെയ്തു. സൂര്യ സാറിന് ഇങ്ങനെ ഒരു അപകടം വരുത്തിയത് നീയല്ലേ? നീ അതിലേക്ക് തീ ഇടുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ നീ എന്തിനാണ് എൻ്റെ അച്ഛനെ പറയുന്നത്? നീയാണത് ചെയ്തത്. അതും പോരാ, നീ ചെയ്ത കുറ്റം എൻ്റെ അച്ഛൻ്റെ തലയിൽ വെക്കുന്നോ എന്നും ചോദിച്ചാണ് നന്ദിനി മോള് ഇന്ദ്രജയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചത്. അത് കേട്ടപ്പോൾ സൂര്യക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ഇന്ദ്രജ മാഡം പറയുന്നതെല്ലാം തന്നെ പത്മ മേഡം കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് നന്ദിനി മോളുടെ അച്ഛനെയും കുടുംബത്തെയും ഇവിടെ നിന്നും ആട്ടിയിറക്കി വിടുകയും നന്ദിനി മോളുടെ അച്ഛൻ്റെ കരണം നോക്കി പത്മ മേഡം അടിക്കുകയും ചെയ്തു. ഇതൊക്കെ കേട്ട നന്ദിനിക്ക് പിന്നെ ദേഷ്യം പിടിക്കാതിരിക്കുക. അങ്ങനെയാണ് നന്ദിനി മോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ദ്രജ മേഡത്തിൻ്റെ കരണം നോക്കി പൊട്ടിച്ചത്. അത് കേട്ടപ്പോൾ സൂര്യ അങ്ങ് കൈയടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് സന്തോഷം കൊണ്ട് ഉറക്കെ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് രാജുവേട്ട എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സൂര്യ വല്ലാതെ ബഹളം വെച്ചുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാജുവേട്ടനും ചിരിക്കുകയാണ്. ആ ഒരു ചിരി കേട്ട് സൂര്യയുടെ റൂമിലേക്ക് പത്മയും ഇന്ദ്രജയും വിജയനും കൂടി വരികയാണ്. അപ്പോഴത്തേക്കും സൂര്യയുടെ റൂമിലേക്ക് ഈ ബഹളം കേട്ട് നന്ദിനിയും വരിക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രാജു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പത്മയെയും ഇന്ദ്രജയും വിജയനെയും കണ്ടതോടുകൂടി രാജു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോണ്. അയ്യോ, എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി എന്നെ ഇവിടെ നിന്നും എന്നെ പറഞ്ഞു വിടും. ഇതോടുകൂടി എൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായില്ല ഈശ്വര എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് രാജു അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രജയും വിജയനും പത്മയും രാജുവിനെ ദേഷ്യത്തിൽ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് അവർ സൂര്യ ഇത്രയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ഇന്ദ്രജ നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രജ സൂര്യയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി സൂര്യ, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം, നീ ഇങ്ങ് എടുത്തു വാ എന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രജ സൂര്യയുടെ അടുത്തേക്ക് ചെന്നതോടുകൂടി സൂര്യ ഇന്ദ്രജയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അത് കിട്ടിയതോടുകൂടി ഇന്ദ്രജയും പത്മയും വിജയനും അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇത്രയും നേരം ചിരിച്ച ഇവൻ എന്തിനാണ് ഇപ്പോൾ ഇന്ദ്രജയെ അടിച്ചത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ പത്മ ഒച്ച എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തിനാടാ ഇന്ദ്രജയെ നീ അടിച്ചത്? സൂര്യ പറയൻ, അതെ, നിങ്ങൾ ചോദിച്ചത് ശരിയാണ്, എന്തിനാണ് ഇവളെ അടിച്ചത് എന്ന്. ഇവളെ അടിക്കുകയല്ല വേണ്ടത്, തല്ലി കൊല്ലുകയാണ് വേണ്ടത്. എൻ്റെ കാലിന് കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. നീയൊക്കെ ഒരു ചേച്ചിയാണോ? സ്വന്തം അനിയനെ കൊല്ലാൻ പോലും ശ്രമിക്കുന്ന നീയൊക്കെ ഒരു ചേച്ചിയാണെന്ന് പറയാൻ പോലും നാണക്കേടാണ്. വിഷുവിൻ്റെ അന്ന് പടക്കം പൊട്ടിച്ച സമയത്ത് നീ തീ കൊളുത്തി വിട്ടതും പോരാഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നു. ആ അപകടത്തിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കാല് എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ഞാൻ മരിച്ചാലും നിനക്കൊരു പ്രശ്നവുമില്ല എന്ന് നീ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ അന്ന് അപകടം വരുത്തിയത്. നീ നന്ദിനിയുടെ അച്ഛനെയാണ് ഉന്നം വെച്ചത്. അവിടെ ഞാൻ കൂടി ഉണ്ടായിട്ടും നിന്റെ മനസ്സിൽ അത്രയ്ക്ക് ക്രൂരതയുള്ളത് കൊണ്ടല്ലേ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിനക്ക് തോന്നിയത്. നന്ദിനിയുടെ അച്ഛനും എനിക്ക്
ആർക്കും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു കുറ്റബോധം പോലും ഇല്ലാതെ എൻ്റെ മുന്നിൽ വന്ന് നീ അഭിനയിക്കാൻ നിനക്ക് നാണമുണ്ടോ? അപ്പോഴത്തേക്കും പത്മ പറയണ, മതി സൂര്യ, നീ പറഞ്ഞു കൂട്ടിയത് മതി. നിന്നോട് ആരാണ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞത്? അവളാണ് ഇത് ചെയ്തത് എന്നുള്ളത് നിന്നോട് ആരാണ് പറഞ്ഞത്? അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, എന്നോട് ആര് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോഴത്തേക്കും രാജുവേട്ടൻ ഇന്ദ്രജയെ അടിച്ചതോടുകൂടി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പേടിച്ചുകൊണ്ട് രാജുവേട്ടൻ അവിടെ നിന്നും പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നന്ദിനിയെ കണ്ടപ്പോൾ വിജയൻ പറയണ, ഇവളായിരിക്കും ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ സൂര്യ പറയണ, ഇവളാണോ അതോ വേറെ ആരെങ്കിലുമാണോ എന്നോട് പറഞ്ഞത് എന്നാണോ നിങ്ങളുടെ വിഷയം? അപ്പോൾ നന്ദിനി പറയണ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് എന്നോട് ഈ ചെയ്ത ദ്രോഹത്തിന് നിങ്ങൾക്ക് ഒരു കുറ്റബോധവുമില്ല, എന്നോടിപ്പോൾ ആരാണ് പറഞ്ഞത് എന്നാണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം? പത്മ ദേഷ്യത്തിൽ പറയണേ, നീ കൂടുതൽ സംസാരിക്കേണ്ട. ഈ വേലക്കാരി പറയുന്നതാണ് നിനക്ക് എപ്പോഴും വിശ്വാസം, അല്ലാതെ വീട്ടിലുള്ള ഞങ്ങൾ പറയുന്നതൊന്നും നിനക്ക് ഒരു വിശ്വാസവും ഇല്ലല്ലോ. അപ്പോൾ സൂര്യ പറയണ, നിങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ്? വായെടുത്താൽ നുണ പറയുന്ന നിങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഈ വീട്ടിൽ തന്നെ എൻ്റെ നന്ദിനിയെ അടച്ചു വെച്ചിട്ട് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറയുന്ന നിങ്ങളെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക? പത്മ പറയണ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഇന്ദ്രജയല്ല നിന്നെ അപകടപ്പെടുത്തിയത്. നീ നിൽക്കുന്ന നന്ദിനിയുടെ അച്ഛനുണ്ടല്ലോ, സുദേവനാണ് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത്. അപ്പോൾ സൂര്യ പറയണ, ആര് പറഞ്ഞു തന്നു നിങ്ങൾക്ക്? നിങ്ങളുടെ ഈ നിൽക്കുന്ന മകളല്ലേ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ പറഞ്ഞത് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ചു. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം പറയും, എനിക്ക് എൻ്റെ നന്ദിനിയെ തന്നെയാണ് വിശ്വാസം. എൻ്റെ നന്ദിനി ഇന്ന് വരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. നന്ദിനി ഇവിടെ വാ, നീ എൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ പത്മയും ഇന്ദ്രജയും വിജയനും കാണാൻ വേണ്ടി സൂര്യ നന്ദിനിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഒരു മടിയോടുകൂടി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദിനി, ഈ നിൽക്കുന്ന ഇന്ദ്രജ എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചിയുടെ കരണം നോക്കി നീ ആശുപത്രിയിൽ വെച്ച് ഒന്ന് പൊട്ടിച്ചു എന്ന് ഞാൻ കേട്ടു. നന്ദിനി, എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എവിടെ നിൻ്റെ ആ കൈ, ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് സൂര്യൻ നന്ദിനിയുടെ കൈ പിടിച്ച്, സൂപ്പർ നന്ദിനി, അടിപൊളിയായിട്ടുണ്ട്, കൊടുക്കേണ്ടത് തന്നെയാണ് നീ കൊടുത്തത്. ഇപ്പോഴാണ് നീ സൂര്യയുടെ ഭാര്യയായി മാറിയത്. ഇതുപോലെ നീ എല്ലാവരെയും, ആരൊക്കെയാണോ നിന്നെ ഉപദ്രവിക്കുന്നത്, ആരൊക്കെയാണോ നിന്നെ അടിക്കാൻ വരുന്നത്, അവർ ആരെന്ന് പോലും നീ നോക്കണ്ട, തിരിച്ച് നന്നായിട്ട് തന്നെ കൊടുക്കണം. അപ്പോഴാണ് നിന്നെ അവർക്കൊരു പേടിയുണ്ടാവും. അത് കേട്ടപ്പോൾ പത്മയ്ക്കും മക്കൾക്കും നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പത്മ പറയണേ, ഇവൻ്റെ ഈ പുരാണം കേട്ട് നിൽക്കാതെ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജയും വിജയനെയും വിളിച്ചുകൊണ്ട് പത്മ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ഇന്ദ്രജ അവരെ ദേഷ്യത്തിലാണ് കേട്ടോ, പകയോടുകൂടിയാണ് നോക്കുന്നത്. നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇന്ദ്രജ നല്ല ദേഷ്യത്തിലാണ് നന്ദിനിയെയും സൂര്യയും നോക്കിയിട്ട് പോകുന്നത്. അവർ പോയി കഴിഞ്ഞ ശേഷം നന്ദിനി സൂര്യയോട് പറയണ, സൂര്യ സാർ എന്തിനാണ് ഇന്ദ്രജ മേഡത്തിനെ അടിച്ചത്? അപ്പോൾ സൂര്യ പറയണ, അവളെ അടിക്കുകയല്ല വേണ്ടത്, അവൾ ചെയ്തതിന് അവളെ ഞാൻ കൊല്ലുകയാണ് ശരിക്കും വേണ്ടത്. അതല്ല നന്ദിനി, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നീ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നന്ദിനി പറയണ, അല്ല രാജുവേട്ടനാണോ സൂര്യ സാറിനോട് ഇതൊക്കെ പറഞ്ഞത്? അതെ, രാജുവേട്ടൻ തന്നെ. എന്നോട് രാജുവേട്ടൻ ഒന്നും മറച്ചു വെക്കില്ല, എല്ലാ കാര്യങ്ങളും എന്നോട് പറയും. അല്ല നന്ദിനി, ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇവിടെ ഇരിക്കുക. എന്താ സാർ? അല്ല, നിനക്ക് എവിടുന്നാണ് ഇന്ദ്രജയെ അടിക്കാൻ വേണ്ടി ഇത്രയ്ക്ക് ധൈര്യം കിട്ടിയത്? യോ സാർ, അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ, ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. നീ എന്തിനാണ് നന്ദിനി ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നിന്നെ ആര് ഉപദ്രവിക്കുന്നു അവർക്കുള്ളത് നീ തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് നിന്നെ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ നന്ദിനി പറയും, എന്നെ ആരും പേടിക്കണമെന്നൊന്നും ഇല്ല സാർ. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരെല്ലാവരും പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ സാർ അത് വിശ്വസിച്ചിരുന്നോ? അപ്പോൾ സൂര്യ പറയണേ, ഞാനത് വിശ്വസിച്ചിരുന്നില്ല. കാരണം ഇവരെക്കുറിച്ചൊക്കെ എനിക്ക് നല്ലതായിട്ട് തന്നെ അറിയാമല്ലോ, അതുകൊണ്ട് ഇവരൊന്നും പറയുന്നതും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. നീ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഒരു ചെറിയ സംശയം വന്നത്, എന്നോട് ആരതി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വിശ്വസിച്ചു. പക്ഷേ അപ്പോഴും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ നീ ഇവിടെ തന്നെ ഉണ്ട്, എന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും നീ പോവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. നന്ദിനി പറയാൻ, ഇല്ല സാർ, ഞാൻ ഒരിക്കലും സൂര്യ സാറിനെ തനിച്ചാക്കി ഞാൻ പോവില്ല. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് സൂര്യ സാറിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ അന്ന് ഒരു സ്ലേറ്റിൽ എഴുതി ഞാൻ ഇവിടെ ജനൽ വഴി തൂക്കിയിട്ടിരുന്നു. പക്ഷേ സാർ അത് കണ്ടില്ല. അവസാനം അവരത് കണ്ട് ഇവിടെ വലിയ പ്രശ്നമുണ്ടായി. അത് ശരി, അത് ഞാൻ കണ്ടു നന്ദിനി. പക്ഷേ എനിക്ക് പൂർണ്ണമായും എനിക്കത് മനസ്സിലായിരുന്നില്ല. അതിലെന്താണ് എഴുതിയത് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അവസാനം അവർ പറഞ്ഞ് അതൊന്നുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്ന് വീണ്ടും അവരെന്നെ ഉറക്കി കെടുത്തി. പക്ഷേ അവസാനം ഞാൻ നീ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നോ, നീ ഉണ്ടാക്കിയ ഭക്ഷണം അതിൻ്റെ സ്വാദ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് നിനക്കല്ലാതെ ഒരിക്കലും അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല
ഉണ്ടാക്കിയില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്നത് കൊണ്ട്. അപ്പോഴും അവർ പറഞ്ഞത് രാജുവേട്ടനാണ് ഉണ്ടാക്കിയത് എന്നാണ്. പക്ഷേ അവരെന്നോട് ആദ്യം പറഞ്ഞത് രാജുവേട്ടൻ്റെ ബന്ധു ആരോ മരിച്ച് രാജുവേട്ടൻ ഇവിടെ നിന്നും പോയിന്ന്. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പെട്ടെന്ന് രാജുവേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായി ഇവരെല്ലാവരും എന്നോട് കള്ളം പറയുകയാണെന്നും നീ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയണ, ഞാൻ എങ്ങനെ സൂര്യ സാറിനെ വിട്ട് ഞാൻ പോവും? ഞാൻ ഒരിക്കലും പോവില്ല. എൻ്റെ മരണം വരെയും സൂര്യ സാറിനോടൊപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സൂര്യ സാറ് എന്നോട് പോവാൻ പറഞ്ഞാൽ പോലും ഞാൻ ഇനി പോവില്ല. എനിക്ക് വയ്യാതെ കിടന്ന സമയത്ത് സൂര്യ സാർ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിനൊപ്പമൊന്നും ഒരിക്കലും ഞാൻ ചെയ്യുന്നത് വരില്ല. ഞാൻ ഒരിക്കലും സൂര്യ സാറിനെ വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് നന്ദിനി കരയുമ്പോൾ സൂര്യ നന്ദിനിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കണം. ഇന്ദ്രജയും വിജയനും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇന്ദ്രജ ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് വിജയനെ അങ്ങ് കുലുക്കി വിളിക്കുകയാണ്, നിങ്ങളിങ്ങനെ ബോധം കേട്ട് ഉറങ്ങിക്കോ. നിങ്ങളൊരു ഭർത്താവാണോ? ഭാര്യയെ ഒരാൾ അടിക്കുന്നത് നോക്കി നിന്ന നിങ്ങളൊരു ഭർത്താവാണോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയത്ത് വിജയൻ പറയണ, നിന്നെ മറ്റാരുമല്ലല്ലോ അടിച്ചത്, നിന്റെ അനിയനല്ലേ. എന്നാലും നിങ്ങളത് കണ്ടുകൊണ്ട് നിന്നില്ലേ? നിങ്ങളത് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ലല്ലോ. ഞാൻ എങ്ങനെ ചോദ്യം ചെയ്യും ഇന്ദ്രജ? നിനക്കറിയാവുന്നതല്ലേ അവൻ എന്നെ ഒരു അളിയനാണെന്ന് പോലും നോക്കാതെ എന്തുമാത്രം അധികം അടിക്കാറുണ്ട്. ഇനി എനിക്കൊരു അടി താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ദ്രജ ആ ശരി, നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ ഞാൻ ഇത് വെറുതെ വിടില്ല. ഈ ഇന്ദ്രജ ആരാണെന്നുള്ളത് ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കും. ഭാര്യയും ഭർത്താവും എന്നെ അടിച്ചതിന് അവരെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. ഇന്ദ്രജയെ തൊട്ടാൽ അവർ വിവരം അറിയിക്കും എന്നൊക്കെയോടുകൂടി ഇന്ദ്രജ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വിജയൻ പറയണേ, എന്നാൽ ശരി, നീ അതൊക്കെ കണക്ക് കൂട്ടിക്കോ, ഞാൻ എന്തായാലും ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിജയൻ അങ്ങ് ഉറങ്ങാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ സൂര്യ ഉണർന്ന ഉടനെ തന്നെ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനി അവിടേക്ക് വരികയാണ്, ഞാനിവിടെ ഉണ്ട് സൂര്യ സാർ. എന്നിട്ട് നന്ദിനി സൂര്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. പല്ല് തേപ്പിക്കലും അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി കൊടുക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി നീ ഇതൊക്കെ എനിക്ക് ചെയ്തു തരുമ്പോൾ ശരിക്കും ഞാനൊരു സ്കൂൾ കുട്ടിയെ പോലെ തോന്നുന്നു. അപ്പോൾ നന്ദിനി പറയണേ, തൽക്കാലം ഇപ്പോൾ സ്കൂൾ കുട്ടിയായ അനുസരണയോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞ് നന്ദിനി ഷർട്ട് ഇട്ട് കൊടുക്കലും മേലൊക്കെ തുടച്ചു കൊടുക്കലും അത് കഴിഞ്ഞ് മുടി ചെയ്യി കൊടുക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. എന്നിട്ട് നന്ദിനി സൂര്യയ്ക്കുള്ള ചായയൊക്കെ കൊടുത്ത ശേഷം നന്ദിനി താഴേക്ക് ഇറങ്ങി വരാൻ കേട്ടോ. ഈ സമയം പത്മ കമ്പനിയിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മാനേജറോട് സംസാരിക്കുകയാണ്, അല്ല ആ വിവേകിന് എന്തെങ്കിലും ഇനി കമ്പനിക്ക് തരാനുണ്ട്, അവന് വല്ല ലോണോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിവേക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വേണോ എന്ന് പോലും ചോദിച്ചാലും അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു നല്ല ആളാണ്. പിന്നെ എന്തെങ്കിലും വർക്കോ അങ്ങനെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക, ഇല്ല ഒന്നും പെൻഡിങ്ങിലില്ല, എങ്കിൽ അവനെ ഇന്ന് തന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കണം. അയ്യോ മാഡം, എന്താ മാഡം പറയുന്നത്? എന്താ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അതല്ല, സൂര്യ സാറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ വിവേകിനെ പറഞ്ഞു വിടുന്നത്? നല്ലൊരു സ്റ്റാഫല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. വിവേകിൻ്റെ ജോലി ഇന്ന് തന്നെ കമ്പനിയിൽ നിന്നും അവനെ പറഞ്ഞു വിട്ടിരിക്കണം എന്ന് പറയട്ടോ. എന്നിട്ട് പത്മ ഫോൺ അങ്ങ് കട്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി താഴേക്ക് വരുമ്പോൾ, എന്താടി നീ ഉദ്ദേശിച്ചത്? നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്തു, എന്നിട്ടും ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നീ ചിന്തിക്കുന്നുണ്ടാവും. അയ്യോ മേഡം, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. നീ ചിന്തിക്കുന്നില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നുണ്ടടി, നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കും. നീ എന്തിൻ്റെ പേരിലാടി ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിനക്കങ്ങ് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എങ്ങനെ പോകും? മേഡത്തിൻ്റെ മകനാണ് എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത്. ഈ താലി ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലാതെ ഞാൻ എവിടെ പോവാനാണ് എന്ന് പറയുമ്പോൾ പത്മ പറയണേ, നിൻ്റെ കഴുത്തിലെ ഈ താലി ഞാൻ എത്രയും പെട്ടെന്ന് പൊട്ടിച്ചു കളയുക തന്നെ ചെയ്യും. അതുവരെയല്ലേ ഉള്ളൂ നീ ഇവിടെ നിൽക്കുക. അപ്പോൾ പിന്നെ നിനക്ക് ഈ താലി നിൻ്റെ കഴുത്തിലില്ലെങ്കിൽ നിനക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. ഈ താലി എത്രയും പെട്ടെന്ന് ഞാൻ പൊട്ടിച്ച് കളഞ്ഞിരിക്കുമെടി എന്ന് പറഞ്ഞ് പത്മ ദേഷ്യം പിടിച്ച് അകത്ത് പോവാണ്.